രക്ഷിതാക്കളുടെ പൊതുവെയുള്ള ഒരു ആശങ്കയാണ് കുട്ടികൾ കൂടുതൽ സമയം ഗാഡ്ജറ്റ്സിൽ ചെലവഴിക്കുന്നു, സ്ക്രീൻ ടൈം കൂടുതലാണ്, പെരുമാറ്റ ദൂഷ്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ സമീപനങ്ങളുടെ പ്രശ്നം, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, സോഷ്യലൈസേഷൻ ഇല്ല, ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് പാരൻസ് വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമസ്യ, ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് വളരെ കുലങ്കശമായി മനസ്സ് പുകച്ച്, തല പുകച്ച്, മനസ്സ് അസ്വസ്ഥമാക്കി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെടാനും അവർ വഴിതെറ്റിപ്പോകുന്നതിന് തടയിടാനും നമുക്ക് പറ്റും. വളരെ ഡിസ്ട്രക്റ്റീവായ, വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്കും രീതികളിലേക്കും ജീവിത ശൈലികളിലേക്കും മക്കൾ പോവാതിരിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷൻ പറയുന്നത് ഈ പൊതുവെ അമേരിക്കയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ക്രൈമുകളൊക്കെ കൂടുന്നു, ടീനേജേഴ്സിന്റെ ക്രൈം കൂടുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയൊരു പഠനത്തിൽ പറയുന്നത് പാരന്റൽ കണക്റ്റഡ്നെസ് എന്ന് വെച്ചാൽ മക്കളോടുള്ള രക്ഷിതാക്കളുടെ ആത്മബന്ധത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രൈമിന്റെ സാധ്യതകളും കുഴപ്പങ്ങളുടെ സാധ്യതകളും ഡിറ്റാച്ച്മെന്റുകളും കുറയുന്നു എന്നതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം മുതലെങ്കിലും മക്കളോട് വളരെ ക്രിയാത്മകമായി ഈ പുതിയ ജനറേഷൻ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരോട് പെരുമാറാൻ നമ്മൾ പഠിച്ച് അവരുമായുള്ള ബന്ധം നമ്മൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മക്കളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി, കുറച്ചുകൂടി അവരോട് സ്നേഹ സൗഹാർദ്ദങ്ങൾ നിലനിർത്തി കുടുംബാന്തരീക്ഷത്തിൽ കൂടുതൽ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് പുറത്തു പോകാനുള്ള സമയങ്ങൾ കണ്ടെത്തി ഒരു ദിവസം മിനിമം 1 നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് മക്കളോടൊപ്പം ഫുഡ് കഴിക്കാനും അവരോട് വർത്തമാനം പറയാനും അവരോട് വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടാനൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കളുമായിട്ടുള്ള ആത്മബന്ധം വളരും. അത് ക്രിയാത്മകമായ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ വളരുന്നതിനനുസരിച്ച് മക്കൾ മോശം കാര്യങ്ങളിലേക്ക് പോകാനുള്ള പ്രവണത കുറയുമെന്ന് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ അനുഭവങ്ങളും അതോടൊപ്പം അമേരിക്കൻ സൈക്കോളജിക്കൽ കോർപ്പറേഷനും പറഞ്ഞതാണ്. അപ്പൊ 1ാമത്തെ കാര്യം പാരന്റൽ കണക്റ്റഡ്നെസ്, മക്കളുമായുള്ള രക്ഷിതാക്കളുടെ ബന്ധം വളരെ രസകരമാക്കുക, ഹൃദ്യമാക്കുക, ഏറ്റവും മനോഹരമാക്കുക. തീർച്ചയായിട്ടും കുഴപ്പങ്ങൾ ഇല്ലാതാവും. 2ാമത്തത് അവരുടെ കഴിവുകൾ കണ്ടെത്തുക, അവരുടെ സ്കില്ല് ഏതാണെന്ന് കണ്ടെത്തുക, അവർ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അവർക്കൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന മേഖലകൾ, ആ മേഖലകളിൽ എത്തിയില്ലെങ്കിൽ പ്ലാൻ ബി വെക്കുക. അപ്പൊ സിവിൽ സർവീസ് ഒരാളുടെ കരിയർ ഓറിയന്റേഷൻ ആയാൽ അതിനുള്ള ചെറിയ മുന്നൊരുക്കങ്ങൾ ഇന്നതാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നല്ല കരിയറിലെത്താം, നല്ല മേഖലയിലെത്താം, ഭാവി സുരക്ഷിതമാകും എന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്കൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു മേഖല മാത്രമാകാതെ സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ UN ജോബ്സിനെ കുറിച്ച് ആലോചിക്കാം. ആ UN ജോബ്സിലേക്ക് വരാൻ നമുക്ക് HRO, MSW, MBA, BTech എന്ത് വേണമെങ്കിലും എടുക്കാം, നഴ്സിംഗ്, ഈവൻ മെഡിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ എടുത്താലും മാറാം. അപ്പോൾ പ്ലാൻ ബി സെറ്റ് ചെയ്യുന്നു. പ്ലാൻ ബി കിട്ടിയില്ലെങ്കിൽ നമ്മൾ സിവിൽ സർവീസ് ട്രൈ ചെയ്തു, UN കിട്ടിയില്ലെങ്കിൽ UN ട്രൈ ചെയ്തു, അതും കിട്ടിയില്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഉള്ളതൊക്കെ എഴുതി ഒരു മിനി സിവിൽ സർവീസിലേക്ക് വരുന്നതിനെ കുറിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇങ്ങനെ ഓപ്ഷൻ 1, 2, 3, 4. ഇത് ഞാൻ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞാണ്. അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടത്, ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടത്, കൊമേഴ്സുമായിട്ട്. ഇപ്പോൾ ഒരാൾ CA പ്ലാൻ ചെയ്തു, CA കിട്ടിയില്ലെങ്കിൽ ഡെസ്പറേറ്റ് ആവുന്നതിന് പകരം അതിൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഓൾട്ടർനേറ്റീവ് കരിയർ ആയിട്ട് മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോളോ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റോ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസോ ഒക്കെ പോലുള്ള കോഴ്സുകൾ, CFP ഒക്കെ പോലുള്ള കോഴ്സുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CA കിട്ടിയില്ലെങ്കിലും അവർക്ക് പ്ലാൻ ബി ആവും. അതും വന്നില്ലെങ്കിലും എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ഒരു MBA ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് 1, 2, 3 ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ, ഒരു ദിശാബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഹാരാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്നോ ഒട്ടും ക്രിയാത്മകമല്ലാത്ത വളരെ ഐഡിലായ ലൈഫ് നയിക്കുന്ന പ്രവണതയിൽ നിന്നോ കുട്ടികളെ നമ്മൾ വേർതിരിച്ച് മാറ്റി നിർത്തി അവരെ നല്ല പാതയിൽ നയിക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ 2ാമത്തെ കാര്യം. 3ാമത്തെ ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ള. അവർക്ക് താല്പര്യമുള്ളത് പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിങ്ങിനെ അവരെ ചേർക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യാം. സോഷ്യലൈസേഷന് സാധ്യമാകുന്ന രീതികളിൽ പലപ്പോഴും ഒരാഴ്ചയിൽ 1 പ്രാവശ്യമോ മാസത്തിൽ 2 പ്രാവശ്യമോ പെർട്ടിക്കുലർ സ്ഥാപനങ്ങൾ, ജയിലുകളോ മാനസികാരോഗ്യ കേന്ദ്രങ്ങളോ ക്യാൻസർ വാർഡുകളോ സെന്ററുകളോ ഓൾഡ് ഏജ് ഹോമുകളോ ഒക്കെ സന്ദർശിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ കോൺസെപ്റ്റുകളെയും
സാമൂഹിക ചിന്തകളെയും ക്രിയാത്മകമായ രീതിയിൽ വഴിതിരിച്ചു വിടാൻ നമുക്ക് കഴിയും. അതുപോലെ അവരുടെ ഹോബികൾ കണ്ടെത്തുക, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ അവരെ പരിശീലിപ്പിക്കുക. മാത്രമല്ല പറ്റുമെങ്കിൽ സാധ്യമെങ്കിൽ അവർക്ക് ക്യാമ്പുകൾ, ഔട്ട് ബൗണ്ട് ട്രെയിനിങ് പോലുള്ള OBT പോലുള്ള സാധനങ്ങൾ ഉൾക്കൊള്ളിച്ച സഹവാസ ക്യാമ്പുകൾ, സോഷ്യലൈസേഷൻ ക്യാമ്പുകൾ, അതിലേക്ക് അവരെ കൊണ്ടുപോവുക. ചില ദൗത്യങ്ങൾ പുറത്തുപോയി ചെയ്യാനുള്ള ചില ദൗത്യങ്ങൾ അവരെ ഈ സമയത്തൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്തരം ഇന്ററാക്ഷനുകൾ അവരുടെ ക്രിയാത്മകമായ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണാലിറ്റി ടൈപ്പിലും അവരുടെ സമീപനങ്ങളിലും അവരുടെ അപ്രോച്ചുകളിലും അവരുടെ ഫിലോസഫിയിലും അവരുടെ പോളിസികളിലൊക്കെ മാറ്റം വരുത്തുകയും കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് നമുക്ക് തിരിച്ചു വിട്ട് ക്രിയാത്മകമായി മാറ്റാനും സാധിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്. ഒന്ന്, നിങ്ങളും മക്കളും തമ്മിലുള്ള ആത്മബന്ധം നിലനിർത്തുക, അത് ഇല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരിക, ഉള്ളതിനെ ശക്തമാക്കുക, അതിന് പറ്റിയ സമയം കണ്ടെത്തുക. എപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു സമയം കണ്ടെത്തുകയും മിനിമം ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒന്നിച്ച് കഴിക്കുകയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും കുട്ടികൾ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവും, അബദ്ധങ്ങളില്ലാതിരിക്കാൻ അത് സഹായിക്കും. രണ്ടാമത്തത്, കുട്ടികൾക്ക് ഒരു കരിയർ ദിശാബോധം ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ കഴിവുകളും അവരുടെ പൊട്ടൻഷ്യലും കണ്ടെത്തുക, അതിനെപ്പറ്റി അഭിരുചി പരീക്ഷകളൊക്കെ ചെയ്യുക. എന്നിട്ടൊരു ദിശാബോധം പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C എന്ന പേരിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. മൂന്നാമത്തത്, സോഷ്യലൈസേഷനുള്ള അവസരങ്ങൾ, അവരുടെ ഹോബികൾ കണ്ടെത്തി അതിൽ എൻഗേജ് ചെയ്യാനുള്ള അവസരങ്ങൾ. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമ്പുകൾ, സഹവാസ ക്യാമ്പുകൾ, പ്രോഗ്രാമുകൾ, വിസിറ്റുകൾ, ഗൃഹസന്ദർശനങ്ങൾ, ആളുകളെ കാണൽ, ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക. അതോടൊപ്പം കുട്ടികളുടെ ഇടയിൽ അവരുടെ ഒരു പിയർ ഗ്രൂപ്പിനിടയിൽ കൂട്ടുചേരാനും ഒന്നിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾ സംഹാരാത്മകമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് അവരെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.